കുഞ്ഞാലിയുടെ മണ്ണിൽ, കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം എം സ്വരാജ്. കുഞ്ഞാലി നടത്തിയ ഐതിഹാസികമായ കർഷക സമരങ്ങൾ, അവിടെ അടിച്ചമർത്തപ്പെട്ട ആ ജനവിഭാഗത്തിൻ്റെ അത്താണിയായി നിന്ന സഖാവ് എം കുഞ്ഞാലി, കുഞ്ഞാലിയുടെ പിന്മുറക്കാരനായി നിലമ്പൂരിനെ നയിക്കാൻ എം സ്വരാജ് തന്നെ എത്തണമെന്ന് നിലമ്പൂരുകാർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിലമ്പൂർ ഒരു വലിയ ദിശാസൂചിയാണ്. കേരളത്തിൻ്റെ അവസരവാദ രാഷ്ട്രീയം ഏതറ്റം വരെയും പോകും എന്നതിനുള്ള ഒരു ദിശാസൂചി കൂടിയാണ്. 4 വോട്ടിനു വേണ്ടി വർഗീയതയുമായി സന്ധി ചേരുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികള അല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മുഖം കണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന രാജസ്ഥാനിൽ അവിടെ BJPക്ക് വേണ്ടി ആ MP സ്ഥാനം രാജിവെച്ച് BJPക്ക് രാജ്യസഭയിൽ അടക്കം മെജോറിറ്റി നേടിക്കൊടുക്കാൻ വേണ്ടി നിലപാടെടുത്ത കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാലാണ് കേരളത്തിൽ വന്ന് നിലമ്പൂരിൽ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു പോയത്. ലോകത്തിന് മാതൃകയായി ജനങ്ങൾക്ക് ഞങ്ങൾ മലയാളികളാണ് എന്ന് അഭിമാനിക്കാവുന്ന തരത്തിലെ നേട്ടങ്ങൾ കൊയ്തെടുത്ത 2 പിണറായി സർക്കാരുകൾ. ആ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുമ്പോൾ അത് 5.5 ലക്ഷം ലൈഫ് മിഷനിലൂടെ 5.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചത്, 5000 കോടി മുടക്കി രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം ദേശീയപാതാ വികസനം പൂർത്തിയാക്കുന്നത്, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയത്, രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനം, ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ 36 നേടിയെടുത്ത കേരളം. 2 പിണറായി സർക്കാരുകൾ 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ 1600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു. വന്ധ്യവയോധികരുടെ, കർഷക തൊഴിലാളികളുടെ, അവശരുടെ അത്താണിയായ ആ സർക്കാരിനെതിരെ പടച്ചുവിട്ട നുണ ആയുധങ്ങൾ, അതിൻ്റെ അവസാനത്തെ അവനാഴിയിലെ അവസാനത്തെ ആയുധവും കള്ളപ്രചാരണങ്ങൾ, കള്ളത്തരത്തിൻ്റെ പെയ്ത്ത് പടച്ചുവിട്ട UDFൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഈ നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്ന യുവജനങ്ങൾ, അതോടൊപ്പം തന്നെ വന്ധ്യവയോധികന്മാർ ഒരുമിച്ച് ഒന്നായി പറയുന്ന ഒരു കാര്യമാണ്, ഈ ചെങ്കൊടിയാണ് ഞങ്ങളുടെ വിശ്വാസം, ഈ ചെങ്കൊടിയാണ് ഞങ്ങൾ നെഞ്ചേറ്റുന്നത്, ഈ ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഞങ്ങളുടെ ചിഹ്നമെന്ന് അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എം സ്വരാജ് എന്ന്. അവിടെ ആ മഴയിൽ, തോരാത്ത മഴയിലും തീരാത്ത ആവേശം തീർത്ത് കൊടിമുടികയറുന്ന ആവേശം കൊട്ടിക്കയറുകയാണ് നിലമ്പൂർ ടൗണിൽ. കഴിഞ്ഞ 22 ദിവസത്തെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ നിലമ്പൂർ അവിടെ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്.